ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു മാംഗോ ഐസ്ക്രീം റെസിപ്പിയാണ് കാണിക്കുന്നത്. 3 സ്റ്റെപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ആദ്യം കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. 1/2 ലിറ്റർ പാല് വേണം. ഫുൾ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് വേണം എടുക്കാൻ. 3/4 മുതൽ 1 കപ്പ് വരെ പഞ്ചസാര. ഇനി നമുക്ക് പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം. സാധാരണ ഇതിനകത്ത് 1 നുള്ള് ബേക്കിംഗ് സോഡ ഇടാറുണ്ട്. ഞാനത് ചേർക്കുന്നില്ല. അതില്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് റെഡിയായെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി അടുപ്പിൽ നിന്ന് മാറ്റി നമുക്ക് ചൂട് മാറാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ചൂട് മാറിയിട്ടുണ്ട്. ചൂട് മാറിക്കഴിഞ്ഞപ്പോൾ മുന്നത്തേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് വരും ഇത്. ചില സമയത്ത് ഇത് ചെയ്ത് കഴിയുമ്പോൾ പിരിഞ്ഞതുപോലെ ഇരിക്കും. കുഴപ്പമില്ല, നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ ഇതുപോലെ സ്മൂത്തായിട്ട് കിട്ടും. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. ഏകദേശം ഇത്രയും വലിപ്പമുള്ള 2 മാങ്ങ വേണം. 1/2 കപ്പ് പാല് വേണം. 250 ml ഒരു ഫ്രഷ് ക്രീം വേണം. മാങ്ങ ഞാൻ കഷ്ണങ്ങളാക്കി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാർട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനും മറ്റേ പാർട്ട് മാംഗോ ഗ്ലേസ് ഉണ്ടാക്കാനുമാണ്. ഇനി ഈ പാലും മാങ്ങയും കൂടെ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. മാങ്ങ ഇപ്പം നല്ലപോലെ പാലും ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഫ്രഷ് ക്രീം 3 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബൗളും വിസ്കും ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഫ്രഷ് ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച മാങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പാലും പൊടിച്ച പഞ്ചസാരയും കൂടെ യൂസ് ചെയ്താൽ മതിയാവും. ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മാംഗോ ഗ്ലേസ് അല്ലെങ്കിൽ മാംഗോ സോസ് ഉണ്ടാക്കാം. ബാക്കിയിരിക്കുന്ന മാങ്ങയും ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ എടുക്കാം. മാങ്ങ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം.
ഇനി അരച്ചു വെച്ച മാങ്ങയും പഞ്ചസാരയും കൂടെ ഒരു പാനിൽ വെച്ചിട്ട് നല്ലപോലെ അത് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ഐസ്ക്രീമിൻ്റെ ഒരു ടോപ്പിംഗ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി ചൂട് മാറാൻ വേണ്ടി വെക്കാം. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ ചിലപ്പോൾ കുറുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഐസ്ക്രീം ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിൽ ഈ മാംഗോ ഗ്ലേസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഐസ്ക്രീമിൻ്റെ പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിത് നല്ല തണുപ്പോടുകൂടി കട്ട് ചെയ്താണ് എടുത്തത്. മേളിലുള്ള മാംഗോ ഗ്ലേസ് ടോപ്പിംഗ് വെച്ചുകൊണ്ടാണ് കട്ട് ചെയ്തത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ മാംഗോ ഗ്ലേസ് ഒരു ലെയർ പോലെ ഐസ്ക്രീമിൻ്റെ മേലെ നിൽക്കും. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം.